ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള, പോലീസ് അറസ്റ്റ് ചെയ്ത, നിരന്തരം ഇൻട്രോഗേഷന് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികൾ പറയുന്നത് ഞങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്വർണം പൂശി, ബാക്കി ഇന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എന്നൊക്കെയായിരുന്നു ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള മൊഴിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അങ്ങനെയല്ല എന്ന് സംശയം കോടതി തന്നെ പ്രകടിപ്പിക്കുകയാണ്. ആ സംശയം ഒരു പടി കൂടി കടന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് എവിടെ? അത് കണ്ടെത്താതെ പോലീസിന് കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലല്ലോ, അന്വേഷണ സംഘത്തിന് കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ കുറ്റപത്രം കൊടുക്കാത്ത കേസ് എന്ന നിലയിൽ സ്വാഭാവിക ജാമ്യം നേടി ഈ പ്രതികളെല്ലാം പുറത്തു വരികയും ചെയ്യും. അന്വേഷണ സംഘം ഇത് എവിടെ എന്ന് കണ്ടെത്താൻ ഇനിയും കഴിയാത്ത ഒരു വിഷമവൃത്തത്തിലാകുന്നത് ഈ കേസിന് തിരിച്ചടിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു മോഷണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ വിശ്വാസവഞ്ചന, ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന 409 എന്ന് പറയുന്നതാണ് ഇതിലേറ്റവും ഗൗരവമുള്ള വകുപ്പ്. അത് ഒരാൾ അത് കാവൽക്കാരന്, സൂക്ഷിപ്പുകാരന്, കൈവശക്കാരനായിരിക്കുന്ന വ്യക്തി അത് അദ്ദേഹത്തിൻ്റെതോ അല്ലെ മറ്റേതെങ്കിലും ആളുകൾക്ക് മറച്ചു മാറ്റിയോ അത് ദുരുപയോഗം ചെയ്യുക, അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഗുണം പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ പാരിതോഷികമായിട്ടോ അല്ലെ അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ദ്രവ്യങ്ങളോ മറ്റു വസ്തുക്കളോ പങ്കിട്ട് വാങ്ങുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ മോഷണത്തിനേക്കാൾ കൂടുതൽ ശിക്ഷയുള്ള, അതാണല്ലോ 10 വർഷം വരെ ശിക്ഷ കൊടുക്കാമെന്ന് പറയുന്നത് ഈ കേസിന്. മോഷണ കേസിന് അതിനേക്കാൾ വളരെ കുറഞ്ഞ കേസാണ് 3 കൊല്ലം 5 കൊല്ലം വരെയൊക്കെയുള്ള ശിക്ഷയുള്ളൂ. 7 കൊല്ലം വരെയാണ് സാധാരണ കേസിൽ വരിക. ഇതിൽ അതല്ലല്ലോ, ഇതിൽ 10 കൊല്ലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവതരമായ കുറ്റമാണ്. അപ്പോൾ അത് അവിടെ ഇത് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഇപ്പോൾ നേരത്തെ ഇളക്കി കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ചു എന്ന് പറയുന്ന ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ ആ പാളികൾ തന്നെ ആണോ എന്നുള്ളതിൻ്റെ പരിശോധനയാണ് നമ്മൾ VSSC മുഖാന്തരം പ്രധാനമായിട്ടും നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ ഗേജും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ നാറ്റും ഒക്കെ നോക്കിയതിന് ശേഷം കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കോടതിയുടെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. അത് കെമിക്കൽ, ടെക്നിക്കൽ മെയിനും അതുപോലെ മെറ്റലർജിക്ക് ആയിട്ടുള്ള ചില വേർഡ്സൊക്കെയാണ്. അത് നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രജ്ഞരെ വിശദമായി ചോദ്യം ചെയ്ത് അതിനകത്ത് സ്പഷ്ടത വരുത്തണമെന്ന് പറയുന്നത്. കോടതിക്ക് പോലും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിലായിട്ട് എടുത്ത് അതിനകത്ത് സ്പഷ്ടത വന്നാൽ മാത്രമേ നമ്മളെപ്പോലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കോടതിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ശരി, എടുത്ത് കൊണ്ടുപോയ ആ ചെമ്പുപാളികളുടെ ഗേജ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അത് അങ്ങനെ തന്നെ കൊണ്ടുവെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ, എടുത്ത് അവിടെ തന്നെ അതിനുള്ളിൽ വെച്ച് തന്നെ സ്വർണ്ണം പൂശി വേണേൽ കൊടുക്കാമായിരുന്നു. അതല്ല, ഇതിലെന്തായാലും കൃത്രിമത്വം നടന്നുകൊണ്ടോ എന്തായാലും ശരി 6 കിലോ 5 കിലോ സ്വർണ്ണം ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഇത് ചെയ്യില്ല എന്നുള്ളത് ആദ്യം മുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, ഇതിന് മറ്റു രീതിയിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വ്യാപാരം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുവരെ ലഭ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്തായാലും ശരി, ബാഹ്യമായ ഇടപെടലുകളും അതിന് വിപണനവും മൂല്യം അനുസരിച്ചുള്ള വിപണനം നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തായാലും ശരി, അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് ചെമ്പുപാളികൾ, സ്വർണം ക്ലാഡ് ചെയ്ത സെൻറ്റ് പാളികൾ അല്ല ഇത് കൊണ്ടുവച്ചതെന്ന് ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു വാക്ക് വളരെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇതിനകത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറ്റപ്പെട്ടു എന്നാണ്. അത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ബെയിൽ കൊടുക്കുന്ന കോടതി എന്ന് പറയുന്നത് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടും പ്രാഥമികമായിട്ട് ഈ രേഖകളും പരിശോധിച്ചാണ്. നേരെ മറിച്ച് ഡിവിഷൻ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ച്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരിട്ട് വിളിച്ച് വിവരങ്ങൾ ഈ രേഖയിൽ രേഖപ്പെടുത്താതിരിക്കുന്നത് വിവരങ്ങൾ അവരുടെ കൈവശമുള്ള അല്ലെ അവരുടെ അറിവിലും അവരുടെ പ്രവർത്തനത്തിലും വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളെപ്പറ്റി കൂടെ വിവരം ശേഖരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് തൃപ്തി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഈ ബെയില് പരിഗണിച്ച കോടതിക്ക് കിട്ടിയ വിവരത്തിനേക്കാൾ അധികരിച്ച വിവരങ്ങളും യാഥാർത്ഥ്യങ്ങളും ഈ ഡിവിഷൻ ബെഞ്ചിനുള്ളത് കൊണ്ട് ഇത് നല്ല രീതിയിൽ അന്വേഷണം പോകുന്നുവെന്ന് കോടതി അവിടെ തൃപ്തി രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. എന്തായാലും തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ബെഞ്ചിന് 2 അഭിപ്രായം പറയേണ്ട അവർ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേസ് മേൽനോട്ടം വഹിക്കുന്ന 2 ജഡ്ജിമാർ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൊണ്ടുപോയപ്പോൾ ഇല്ലാതിരുന്ന സാന്നിധ്യം, മൂലക സാന്നിധ്യം, അതായത് നിക്കൽ, അക്രിലിക്, പോളിമർ എന്നിവയുടെ സാന്നിധ്യം തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക പാളികളിലുണ്ട്. ഇനി അതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണമാണ് വേണ്ടത്. കൊണ്ടുപോയതല്ലേ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നുള്ള സംശയം അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്.